ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിംശോൻ്റെ യൗവനകാലം ആരംഭിക്കുന്നത് ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിലാണെന്ന് നാം കണ്ടുവല്ലോ. നേതൃസ്ഥാനം ഏറ്റെടുത്ത് രക്ഷകനാകുവാൻ നിയോഗിക്കപ്പെട്ട ഒരു യൗവനക്കാരൻ, അതിനുവേണ്ട പദ്ധതികൾ തയ്യാറാക്കേണ്ട വ്യക്തി. എന്നാൽ തനിക്ക് ഈ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു എന്നാണ് തിമ്നയിലേക്കുള്ള തൻ്റെ അലസ ഗമനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ തുടക്കമായിരുന്നു അത്. തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ പിന്തുടർന്ന ജഡമോഹത്തിൻ്റെ തുടക്കം. തനിക്ക് മാതൃകയാക്കുവാൻ മോശയെപ്പോലെയുള്ള രക്ഷകന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ശിംശോൻ്റെ ജഡമോഹം തൻ്റെ അകക്കണ്ണ് കുരുടാക്കി. കൺമോഹത്തിനു വേണ്ടി താൻ ഉപയോഗിച്ച കണ്ണ് ഫെലിസ്ത്യർ ചൂഴ്ന്നെടുക്കുന്നു. എന്തോ ഒരു ഭയങ്കര വീഴ്ച! ദൈവനിയോഗിതനായ നാസീറിൻ്റെ വീഴ്ച അത്ര ഭയാനകമായിരുന്നു. ദൈവം ഒരിക്കലും പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. എബ്രായ ലേഖനം 13:4. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ ശിംശോൻ തയ്യാറായില്ല. അത് വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്കും വീഴ്ചയുടെ അടിത്തട്ടിലേക്കും എത്തിക്കുന്നു. ശിംശോൻ്റെ ജഡാഭിലാഷം സാത്താന് പ്രവർത്തിക്കുവാനുള്ള വളക്കൂറുള്ള നിലമായി മാറി. തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി സാത്താൻ വശീകരണ ശക്തിയുള്ള യുവതികളെ ഓരോന്നോരോന്നായി നിരത്തുന്നു. അവരിൽ കൂടി ഫെലിസ്ത്യർ തങ്ങളുടെ ലക്ഷ്യം നേടുന്നു. ഈ യുവതികൾ അവൻ്റെ രഹസ്യങ്ങൾ ചോർത്തി ഫെലിസ്ത്യർക്ക് കൈമാറുന്നു. ശിംശോൻ്റെ ഈ ദൗർബല്യം അവർ ചൂഷണം ചെയ്ത് ഫെലിസ്ത്യരിൽ നിന്നും സമ്മാനങ്ങൾ നേടുന്നു. ശിംശോൻ്റെ ജഡാഭിലാഷം നിമിത്തം തൻ്റെ വിവേചനാശക്തി നഷ്ടപ്പെടുന്നു. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ശിംശോൻ ദിശ മാറി സഞ്ചരിക്കുന്നു. അവൻ്റെ ബലഹീന വശത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നതിൽ സാത്താൻ വിജയിച്ചു. യാക്കോബ് 4:7. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ശിംശോൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എതിർത്ത് നിൽപ്പുണ്ടായതായി നാം കാണുന്നില്ല. എബ്രായ ലേഖനം 12:4. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പലപ്പോഴും വെളിച്ചദൂതൻ്റെ വേഷത്തിലായിരിക്കും സാത്താൻ്റെ വരവ്. പ്രത്യക്ഷത്തിൽ മധുരവാക്കുകളുമായിട്ടായിരിക്കും നമ്മെ സമീപിക്കുന്നത്. പക്ഷേ അത് കെണിയാണെന്ന് മനസ്സിലാക്കി നാം ജാഗ്രത പുലർത്തേണ്ടതാണ്. ശിംശോനോടുള്ള ബന്ധത്തിൽ 3 സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ അവസാനത്തെ സ്ത്രീയായ ദലീലയുടെ പേര് മാത്രമേ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അവൾ വശീകരണ വാക്കുകൾ കൊണ്ട് അവനെ കീഴ്പ്പെടുത്തി. C.H. മക്കിൻടോഷ് എന്ന ദിവ്യദാസൻ്റെ പ്രസ്താവന ഇവിടെ ശ്രദ്ധേയമാണ്. ഇറ്റ് വാസ് ഗ്രീവ്ഡ് ദാറ്റ് ദ ലാപ്പ് ഓഫ് ദലൈല വാസ് മോർ പവർഫുൾ ദാൻ സാംസൺസ് വിൽ പവർ. അതായത് ശിംശോൻ്റെ ഇച്ഛാശക്തിയേക്കാൾ ശക്തമായിരുന്നു ദലീലയുടെ മടിയിലെ ഉറക്കം എന്നത് ദുഃഖകരമാണ്. ഫെലിസ്ത്യർ കൂട്ടായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്നത് വശീകരണ ശക്തിയുള്ള സ്ത്രീയുടെ കെണിക്ക് സാധ്യമായി. സദൃശവാക്യം 7:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. അതിൽ 27-ാമത്തെ വാക്യം വായിക്കുന്നു: അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. സദൃശവാക്യം 7:22-23 വാക്യങ്ങൾ. അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ശിംശോൻ കായിക ബലം ഉള്ളവനായിരുന്നെങ്കിലും മാനസികമായി ബലഹീനനായിരുന്നു. അവൻ തൻ്റെ വ്യക്തിത്വം ഫെലിസ്ത്യരുടെ മുമ്പിൽ അടിയറ വെച്ചു. തൻ്റെ ശരീരം പാപജീവിതത്തിനായി ഉപയോഗിച്ചു. തൻ്റെ ശരീരത്തെ എപ്രകാരം വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന ദൈവകൽപ്പന അവഗണിക്കുകയും അതവൻ്റെ വീഴ്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. ശിംശോൻ്റെ കാലഘട്ടത്തിൽ
ഇസ്രയേലിൽ അധാർമികത നിലനിന്ന കാലമായിരുന്നു. അവരുടെ ഇടയിൽ മാതൃക കാണിക്കേണ്ടിയിരുന്ന ശിംശോൻ ആ അധാർമികതയുടെ ഭാഗമായി. തന്മൂലം സ്വജനത്തിൻ്റെ ഇടയിൽ അവന് ബഹുമാനം കിട്ടിയില്ല. ഫിലിസ്ത്യരുടെ മധ്യത്തിൽ ഒരു കോമാളിയായി മാറി. ചരിത്രം പരിശോധിച്ചാൽ പല ദൈവപുരുഷന്മാരും ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നതായി കാണാം. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിരുന്നെങ്കിലും പാപത്തിൽ അകപ്പെട്ടപ്പോൾ അത് മറയ്ക്കുവാൻ ചതിവും കൊലപാതകവും ചെയ്യുന്നു. തന്മൂലം തനിക്ക് ദൈവ സാന്നിധ്യബോധം നഷ്ടപ്പെടുന്നു. അനുതപിച്ച് മടങ്ങി വന്നെങ്കിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ ദാവീദും തൻ്റെ തലമുറകളും അനുഭവിക്കേണ്ടി വന്നു. ഇക്കാലത്തും ശുശ്രൂഷ രംഗത്ത് കൊടുങ്കാറ്റായി കടന്നു വന്ന പലരും തങ്ങളുടെ ധാർമ്മിക ജീവിതത്തിലെ പരാജയം കാരണം അപമാനിതരായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:27 പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 10:12 ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കൊലോസ്യർ 3:5, 2 തിമോത്തിയോസ് 2:22 തുടങ്ങിയ വാക്യങ്ങളും നാം ഈ സമയം കുറിക്കൊള്ളേണ്ടതാണ്. ഇവയെല്ലാം നമുക്ക് മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് അതിന് കൃപ തരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.